ദൈവനാമം മോശമാവട്ടെ. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രത്യേകം ചിന്തിച്ചുകൊണ്ടിരുന്നത് അഹരോനുള്ളതായ ബന്ധത്തിലായിരുന്നു. പിന്നെ ഇപ്പോൾ നാം ബേസ് ചെയ്ത് സംസാരിക്കുന്നതായ വിഷയം നാഴികക്കല്ലുകളായ യാഗങ്ങളിലുള്ള ബന്ധത്തിൽ കർത്താവിന്റെ യാഗത്തോടുള്ളതായ ആ വിഷയമാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനോട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഇപ്പോഴത്തെ വിഷയം പോകുന്നത്, കർത്താവിന്റെ യാഗത്തിൽ. അപ്പോ കർത്താവിന്റെ ആ യാഗത്താൽ പ്രത്യേക നമ്മൾക്ക് ലഭിച്ചതായ രണ്ട് അനുഗ്രഹങ്ങൾ, അനേകമായ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും പ്രത്യക്ഷമായി നമ്മൾ കുറിക്കൊള്ളേണ്ടതായ രണ്ട് അനുഗ്രഹങ്ങൾ. ഈ രണ്ട് അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആത്മീയ ഗോളം വിഭിന്നമായ ചിന്താഗതികളാൽ വിഭാഗിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതായ കർത്താവിന്റെ രണ്ടാമത്തെ ആ ശുശ്രൂഷയുള്ള ബന്ധത്തിലാണ്. പിതാവിന്റെ വലതു ഭാഗത്തായി താൻ ചെയ്യുന്നതായ ആ അഭിഷിക്തൻ, മഹാപുരോഹിതൻ എന്നുള്ളതായ ശുശ്രൂഷയാണ് കർത്താവ് ഇപ്പോൾ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസി എന്നതായ നിലയിലോട്ട് ഒരുവൻ കയറുന്നത് യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. വായുകൊണ്ട് രക്ഷയ്ക്കായിട്ടും ഹൃദയം കൊണ്ട് നീതിക്കായിട്ടും വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ ആ വചനത്തിന്റെ റോമാലേഖനം 10:9-10 വാക്യമാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി നിത്യജീവനിലോട്ട് കടക്കുന്നത് യേശുക്രിസ്തു നേടിയതായ രക്ഷയുടെ ഭാഗമായി തീരുന്നത് ആ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് പ്രാക്ടിക്കലായിട്ട് നാം ചെയ്യേണ്ടതായ അവസ്ഥ. എന്നാൽ ഇത് നാം ചിന്തിക്കേണ്ടായിരുന്നു. തിയറി എന്ന് പറയുന്ന ഒരു ഭാഗം ഈ രക്ഷയോടുള്ള ബന്ധത്തിലുണ്ട്. അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1:12 വായിക്കുന്നത്. അത് നമുക്കറിയാവുന്നതാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളുള്ള അധികാരം, ദൈവ കുഞ്ഞുങ്ങളാവുന്ന അധികാരം. മക്കൾ എന്നുള്ളത് എപ്പോഴും തിരുത്തി പറയണം. കാരണം എന്ന് പറയുമ്പോൾ അത് ഉപദേശ വിഷയങ്ങളുള്ള ബന്ധത്തിൽ നാം വളരെയധികം ശ്രദ്ധിച്ച് വചനം തന്നെ അതിന്റെ മൂലഭാഷയോട് ചേർത്ത് ചിന്തിച്ച് പഠിക്കേണ്ടതായതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം അതിൻ്റെതായ ആത്മീയ നിലവാരത്തിലും ഉപദേശ സത്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുമാണ് പറഞ്ഞത്. ദൈവ കുഞ്ഞുങ്ങളാവാനുള്ള അധികാരം ലഭിച്ചു എന്നാണ് പറയാം. അവർ ജനിച്ചിരിക്കുന്നത് പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, രക്തത്തിന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ ഇത്ര എന്ന് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു മൂലം നമ്മൾക്ക് ഒരു വീണ്ടും ജന്മം ലഭിക്കുന്നു, ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി ലഭിക്കുകയാണ്. അതാണ് തൻ്റെതായ ആദ്യ ആ യാഗത്തോടുള്ള ബന്ധത്തിൽ ആദ്യമായി ഒരു വ്യക്തി നേടേണ്ട കാര്യം. എന്നാൽ കർത്താവ് തന്റെ ഐഹ്യ ജീവിത കാലത്ത് തന്റെ രണ്ടാമത്തെ ശുശ്രൂഷയുള്ള ബന്ധത്തിലാണ് താൻ ആദ്യം ചില കാര്യങ്ങൾ നിറവേറ്റുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം എന്താണെന്ന്, തന്റെ ഐഹ്യ ജീവിതകാലം താൻ മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായ ഒരു കാര്യമാണ് തന്നിൽ വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം അധികാരമുള്ളവരാക്കി തീർക്കാന്ന് പറയുന്നു. ആ അധികാരമാണ് താൻ മൂലം രക്ഷപ്പെട്ട് കടന്നു വരുന്നവർക്ക് ഈ ഭൂമുഖത്ത് ദൈവത്തെ ആരാധിച്ചു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, രാജീയ പൗരോഹിത ശുശ്രൂഷ ചെയ്യാൻ തക്കവണ്ണം, രാജീയ പുരോഹിതന്മാരായി തീരുവാൻ കർത്താവ് നേടിയതായ അഭിഷേകമാണ് തൻ്റെതായ ആദ്യ ശുശ്രൂഷയുടെ ആ ഭാഗമായിട്ട് നമ്മൾ വായിക്കുന്നത്. രക്ഷയുള്ളതായ ഭാവം തന്റെ മരണാനന്തരമാണല്ലോ. അപ്പോൾ ഈ ആദ്യ ശുശ്രൂഷയുള്ള ബന്ധത്തിലാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അതാണ് അഭിഷേകം എന്ന് പറയുന്നത്.
അപ്പോ ഈ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രക്ഷ എങ്ങനെയാണോ ഒരു മനുഷ്യൻ നേടാൻ തക്കവണ്ണം സാധിക്കാത്തത്, അപ്രകാരം തന്നെയാണ് അഭിഷേകവും നേടുവാൻ തക്കവണ്ണം മനുഷ്യൻ സാധിക്കുകയില്ല. അഭിഷേകം നേടുവാൻ തക്കവണ്ണം വേണ്ടതായ യോഗ്യത നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചാണ്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നീതി ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദുഷിക്കുകയും ചെയ്താൽ തന്നെ നിന്റെ ദൈവം നിന്റെ കൂട്ടുവാൻപരമായ ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയും. അപ്പോ അത് ഒരൊറ്റ വാക്കുകൊണ്ട് വളരെ ആഴമേറിയ സത്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നീ ദുഷ്ടതയെ ദുഷിക്കുക, നീതിയെ ഇഷ്ടപ്പെടുക. ഈ രണ്ട് വിധത്തിലുള്ളതായ കാര്യങ്ങൾ ഒരു മരിച്ച ആത്മാവുള്ള അല്ലെങ്കിൽ പാപത്തിന് വേണ്ടി വിൽക്കപ്പെട്ട പൗരസഭത്തിന്റെ വാക്ക് കടമെടുത്ത് പറയാണ്, ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണ്. ന്യായപ്രമാണം ചെയ്യുവാൻ തക്കോണം എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് ചെയ്യുവാൻ തക്കോണം പറ്റാത്തതായ ഒരു പ്രവണതയുടെ അടിയിൽ ഞാൻ അടിമത്വം കീഴിലായിരിക്കുന്നു ജീവന്റെ മരണഭീതിയാണെന്ന് പറയും. ഇതെല്ലാം പൗരസഭയുടെ വാക്കുകളെ ചേർത്തുകൊണ്ട് ഞാൻ പറയാം. അപ്പോൾ മരണത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് ഒരിക്കലും ന്യായപ്രമാണം നിവർത്തിക്കാൻ തക്കോണ്ടും പറ്റാത്ത അവസ്ഥയിൽ, ഒരു അധംപതിച്ച അവസ്ഥയിൽ നാം ആയിരിക്കുകയാണ്. ന്യായപ്രമാണ നിവൃത്തീകരണത്തിനാണ് കേട്ടോ അത്. കർത്താവ് പറഞ്ഞു, ന്യായപ്രമാണത്തിന്റെ വള്ളി പുള്ളി വിടാതെ അത് നിവൃത്തിയിരിക്കാതെ നിങ്ങൾക്ക് അതിന് വിട ലഭിക്കില്ലെന്ന് പരീക്ഷന്മാരോട് കർത്താവ് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ ഞാൻ നീക്കേണ്ടതിന് വന്നതല്ല, നിവർത്തിപ്പാൻ എത്രയെന്നാ പറയുന്നത്. അപ്പൊ താൻ ന്യായപ്രമാണം നിവർത്തി പ്രവാചകന്മാരെ നിവർത്തിച്ചു എന്ന് പറയുന്നതിന്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകം ന്യായപ്രമാണങ്ങൾ താൻ പൂർണ്ണമായി അതിന്റെ വള്ളി പുള്ളി വിടാതെ, അല്ലെങ്കിൽ ന്യായപ്രമാണം കൊടുത്തതായ ആ ഉടയവൻ തന്നെ അത് എന്തിനു വേണ്ടി കൊടുത്തു, എങ്ങനെ നിവർത്തിയിരിക്കണമെന്ന് തക്കവണ്ണം കൊടുത്തു എന്നുള്ള കാര്യം വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ഒരു പ്രതിപുരുഷനായി അത് താൻ ചെയ്തു തീർക്കുന്നതുകൊണ്ട് അതിൻ്റെതായ എന്താ പറയുന്നത്, ആ തെളിവിൻ്റെതായ പൂർണ്ണത നമുക്ക് വ്യക്തമായി ഗ്രഹിക്കാൻ തക്കൊണ്ട് സാധിക്കും. അപ്പോൾ കർത്താവ് ഈ ന്യായപ്രമാണ ബന്ധത്തിൽ മാനവരാശിയിൽ വന്നിരിക്കുന്നതായ ആ അന്ധകാരാവസ്ഥ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഇരുമ്പ് മറയും കീഴിൽ അടക്കപ്പെട്ട അവസ്ഥയാണെന്നുള്ള കാര്യം കർത്താവ് പറയുകയാണ്. മാനവരാശിക്ക് അത് നിവൃത്തീകരിച്ചുകൊണ്ട് അതൊന്ന് ആ ഇരുമ്പ് ആ മറയെ പൊടിച്ചു ദൈവത്തോട് കടന്നു പോകാൻ ദൈവത്തിന്റെ കൂട്ടായ്മ ലഭിക്കാനോ സാധിക്കില്ലാത്ത അവസ്ഥയിൽ, ഈ അവസ്ഥ അറിഞ്ഞുകൊണ്ടാണ് ദൈവം തന്റെ പുത്രൻ അറിയിച്ചുകൊണ്ട് ന്യായപ്രമാണം നിവൃത്തീകരിക്കുന്നതും. അങ്ങനെ ആ ന്യായപ്രമാണ നിവൃത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ആ ന്യായപ്രമാണ നിവൃത്തീകരണത്തിൻ്റെതായ അടിസ്ഥാനത്തിൽ തന്നെ വേണ്ടതായ അനുഗ്രഹം ലഭിക്കാൻ തക്കലൂടെ ആയത്. അതിൽ രക്ഷ എന്ന് പറയുന്ന അനുഗ്രഹവും പിന്നെയാണ് നമ്മൾ ഈ അഭിഷേകം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കാണുന്ന ന്യായപ്രമാണത്തിന്റെ വള്ളി പുള്ളി വിടാതെ നിവൃത്തീകരിക്കാതെ ഈ രക്ഷയും അഭിഷേകവും ലഭിക്കില്ല. അതിൻ്റെതായ കാര്യങ്ങളാണ് ഒരൊറ്റ വാക്കുകൊണ്ട് പറയുന്നത്, നീ നീതി ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദുഷിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ദുഷ്ടത എന്ന് പറയുന്നത് നമുക്കൊന്നും അറിയുന്നില്ല. നമ്മൾ ദുഷ്ടന്മാരായ ദുഷ്ടത എന്താണെന്നുള്ള കാര്യം ദുഷ്ട എന്ന് പറയുന്നത് വചനത്തിന് എതിരായ കാര്യങ്ങളാണ് ദുഷ്ട എന്ന് പറയുന്നത്. അപ്പൊ വചനം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം വചനത്തിന് എതിരായി ചെയ്യാതിരിക്കാൻ കോണം നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ വചനത്തിന്റെ വ്യക്തമായ അവസ്ഥ നമുക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നോ ചെയ്യാതിരിക്കണമെന്നോ അറിയില്ല. അതുപോലും മനുഷ്യൻ അറിയുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ എല്ലാം അറിയുന്നവൻ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം മനുഷ്യർക്കായി ഇതെല്ലാം വള്ളി പുള്ളി വിടാതെ നിവൃത്തീകരിച്ചുകൊണ്ടാണ് താൻ രക്ഷകനുമായത്, അഭിഷക്തനുമായത്. അപ്പൊ അതിൻ്റെതായ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കാരണം ഒന്നെന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ആ ചിന്തിക്കുന്നത്, ഈ കാര്യം ഒന്നുകൂടി പറയുന്നത്, ഇതെല്ലാം ചില അടിസ്ഥാന കാര്യമായിട്ട് ഒരു വിശ്വാസിയിൽ ഒതുങ്ങി നിൽക്കേണ്ടതാണ്. അത് അവന്റെ വിശ്വാസി എന്ന് പറയുമ്പോൾ ഇതെല്ലാം അവന്റെ അടിസ്ഥാനമായിരിക്കും. രക്ഷയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ ഉറക്കാൻ ഇരിക്കണം. ഉറക്കാൻ മാത്രമേ ഉള്ളൂ രക്ഷയുടെ കാര്യങ്ങളുള്ളതായ വിഭിന്നമായ ചിന്താഗതികൾ, ഓരോരോ ക്രിസ്തീയ ഗോളങ്ങൾ കൊണ്ടുവരുന്നതായ വികൃതമായ കാര്യങ്ങളിൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ എഫെസ്യർ 4 വായിക്കുന്ന പോലെ ഉപദേശങ്ങളുടെ ആ അലഞ്ഞു ഉലയുന്ന ഓടകളായിരിക്കേണ്ട കോണം ക്രിസ്തു എന്ന തലയോളം വളരുവാൻ കൃപാവരങ്ങളെ കൊടുത്തു എന്ന് നമ്മൾ
എഫ്സിയുടെ 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അപ്പോ അനേകമായ വിശ്വാസത്തിന്റെ അനേകമായ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങളുടേതായ ഒരു മധ്യയാണ് നാം ഇന്നായിരിക്കുന്നത്. പ്രത്യേകിച്ച് അന്ത്യകാലത്ത് എത്രയോ നമ്മളത് ചിലപ്പോ കണ്ടു കഴിഞ്ഞാൽ തോന്നും അത് ശരിയാണോ ഇത് ശരിയാണോ, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് വേറൊരു വഴിയില്ല, സത്യവചനം തന്നെ പഠിക്കണം. അതാണ് പ്രത്യേകം നമ്മളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. അപ്പൊ അഭിഷേകം എന്ന് പറയുന്ന വിഷയം ഇത് വളരെയധികം അതിനോടുള്ള ബന്ധത്തിൽ വളരെ വിചിത്രമായ ചിന്താഗതികളുള്ളതായ ഒരു 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 ആത്മീയ ഗുണത്തിന്റെ മധ്യത്തിൽ നാം ആയിരിക്കുകയാണ്. അപ്പൊ അതാണ് അഭിഷേകം എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെ നേടിയതാണത്. അത് മനുഷ്യർക്ക് രക്ഷ നേടാൻ തക്കവണ്ണം പറ്റാത്ത പോലെ തന്നെ നമ്മൾക്ക് നേടാൻ തക്കവണ്ണം പറ്റില്ല. അത് രക്ഷിക്കപ്പെട്ട ശേഷവും നമ്മളിൽ പാവമില്ലാത്ത അവസ്ഥയില്ല എന്നുള്ള കാര്യം വളരെ വസ്തുനിഷ്ഠമായിട്ട് ഈ വചനം വേറെ എന്തോ ശബ്ദം വരണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഞാൻ പറയട്ടെ, അപ്പോ ഈ അഭിഷേകം നേടുന്നതിൻ്റെതായ ആ മാനദണ്ഡമാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. അപ്പൊ അഭിഷേകം നമ്മൾക്ക് നേടാൻ തക്കവണ്ണം പറ്റാത്ത വിധത്തിൽ അനേകമായ പറ്റാത്ത അവസ്ഥ നമുക്ക് വേണ്ടി കർത്താവ് അഭിഷേകം നേടിയിരിക്കുകയാണ്. ഈ അഭിഷേകത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥയാണ്. അതിന്റെ രണ്ട് തരമെന്ന് മനസ്സിലായി. അഭിഷേകത്തിന്റെ അവസ്ഥയിൽ യഥാർത്ഥമായ അഭിഷേകം എന്ന് പറയുന്നത് അത് റോമലേഖനം 9-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ആരാധന യഹൂദനുള്ളതാണ്, മശിയ യഹൂദനുള്ളതാണ്, വാഗ്ദത്തങ്ങൾ അവർക്കുള്ളതാണ്, ഇതെല്ലാം അവർക്കുള്ളതാണ്. പക്ഷെ അവരത് തിരസ്കരിച്ചുകൊണ്ടാണ് ജാതികളായ നിങ്ങൾക്ക് കിട്ടിയതെന്നുള്ളതായ അവസ്ഥ വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ ഒരു യഹൂദൻ, ഒരു പരീക്ഷണ യഹൂദനായ പൗലോസ് അപ്പോസ്തലൻ പറയാണ്. അപ്പോ പുള്ളിക്കറിയ അതിനെ കുറിച്ച് എന്ത് വളരെ വ്യക്തമായിട്ട് ന്യായപ്രമാണങ്ങളെ പ്രമാണത്തെ താൻ ഗലാലിയന്റെ കാൽ കീഴിൽ നിന്നുകൊണ്ട് പഠിച്ച വ്യക്തിയാണ്. ആ വ്യക്തി പറയുന്നതാണ് ന്യായപ്രമാണ പ്രകാരം അഭിഷേകം എന്ന് പറയുന്നതായ അത് തന്റെ ജനത്തിന് വേണ്ടി അയക്കുന്ന ഒരു വ്യക്തിയാണ്, അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ദൈവം ഒരു മശിയെ വാഗ്ദാനമായി കൊടുത്തത്. പക്ഷേ അവൻ സ്വന്തത്തിലോട്ട് വന്നു, സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ലാത്ത അവസ്ഥയിലാണ് ഇത് നമ്മളിലേക്ക് വരാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആ പരമ ഉദ്ദേശം നമ്മളിൽ നിറവേറുവാൻ തക്കവണ്ണമായി. അപ്പോൾ അവർക്കുള്ളതായ ആ മശിയ ആയിട്ടാണ് താൻ യഹൂദനായിട്ട് തന്നെ ജീവിക്കുന്നത്. തന്റെ ഐഹിക ജീവിതകാലം യഹൂദൻ എന്നുള്ള അവസ്ഥ തന്നെയായിരുന്നു. തന്റെ ഉടുപ്പും നടപ്പും എല്ലാം യഹൂദൻ എന്ന അവസ്ഥ തന്നെയായിരുന്നു. അത് കാരണമുണ്ട്, നമുക്കറിയാവുന്ന ആദ്യം ഞാൻ പറഞ്ഞാണ് യഹൂദൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ചോദിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ വ്യവസ്ഥകളെ വ്യക്തമായി വ്യാഖ്യാനിക്കുവാനും ആ ന്യായപ്രമാണത്തിൽ ഒരു വ്യക്തിയെ വിധിക്കുവാനും ഉള്ളതായ അധികാരം യഹൂദന് മാത്രം ഉണ്ടായിരുന്നു. വെച്ചാൽ യഹൂദനാണ് ലഭിതമായ ദൈവത്തിന്റെ ഉദ്ദേശം ന്യായപ്രമാണം കൊടുത്തത്. അപ്പൊ അവർക്ക് വിധിക്കാൻ പറ്റും. അതുകൊണ്ട് അവരുടെ തന്നെ ദൈവത്തിന്റെ പ്രമാണം താൻ നിവർത്തിയിരിക്കുന്നത് കർത്താവ്. അപ്പൊ താൻ അഭിഷക്തനായിട്ട് ആദ്യം കടന്നു വരുന്നത് യഹൂദന്റെ അഭിഷക്തനാണ്. അതുകൊണ്ടാണ് യഹൂദന്റെ അവസാന പ്രവാചകനായ ആരാണെന്ന് അറിയാനല്ലേ? ആരാണ് പറഞ്ഞിട്ടുള്ളതാണ്? ശമയോനാണ് യഹൂദ അവസാന പ്രവാചകൻ. അവസാന പ്രവാചകനാണ് ഈ മശിയെ വെളിപ്പെടുത്തുന്നത്. ആരുടെ മേൽ പ്രാപന്ന രൂപത്തിൽ സ്നാനാനന്തരം ആത്മാവ് കടന്നു വരുന്നുവോ അവനാണ് അഭിഷക്തൻ എന്നുള്ള കാര്യം താൻ യഹൂദന്മാരെ വെളിപ്പെടുത്തിയതാണ്. താൻ മാത്രമായിരിക്കില്ല അത് കണ്ടേക്കുന്നത്. അന്ന് തന്റെ ഈ കർത്താവിനെ സ്നാനപ്പെടുത്തുന്ന വേളയിൽ ആരെല്ലാം അവിടെ ഉണ്ടായിരുന്നു അവര് കാണാൻ തക്കുന്നവിടെയുണ്ട്. അപ്പോ താൻ അത് വെളിപ്പെടുത്തുന്നത് ഇതാണ് എനിക്ക് തന്ന അടയാളം, എന്നെ അയച്ചവൻ തന്നിരിക്കുന്ന അടയാളം ഇതാണ്, നിങ്ങൾക്ക് വരാനിരിക്കുന്ന മശി ഇതാണ്. അങ്ങനെ ആ യഹൂദന്റെ മശിയായിട്ടാണ് താൻ കടന്നു വന്നത്. യഹൂദന്റെ മശിയായിരുന്നുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ജാതികളുടെ ഇടയിൽ പോയിട്ട് സുവിശേഷം എന്ന് പറയാൻ തക്കൊണ്ട് പോകാതെ പ്രത്യേക ദൈവം തന്നെ നിർബന്ധിച്ച് അയച്ചുകൊണ്ടാണ് താൻ
അപ്പോസ്തലർ 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിന്റെ വീട്ടിലോട്ട് കടന്നു പോകുന്നു. അപ്പൊ ദൈവത്തിന് ബഹുഭാഷമില്ല. ദൈവം എല്ലാവരെയും ഒരേപോലെ കാണുന്ന കാര്യം തന്നെ വെളിപ്പെടുത്തിയാണ്. ജാതികളെ അശുദ്ധ മൃഗങ്ങളായിട്ടും ജന്തുക്കളായിട്ടാണ് കാണുന്നത്. അപ്പൊ മട്ടുപ്പാവിടുന്ന് ഒരു തൊട്ടി ഇറക്കിയിട്ട് ആർത്തു തിന്നാന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ശുദ്ധമായ ജന്തുക്കളും അശുദ്ധമായ ജന്തുക്കളും ഉണ്ട്. അപ്പോ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞാണ്, ഞാൻ അശുദ്ധമായ ദൂരം കഴിച്ചിട്ടില്ല, കഴിക്കില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ശുദ്ധീകരിച്ചത് നീ അശുദ്ധം പറയരുത്. അങ്ങനെ 3 മാസം ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് തനിക്ക് ഒന്നും കൂടെ ജാതികളോടുള്ള ബന്ധമുള്ള ആ ചിന്തയൊക്കെ അവിടെയല്ല മാറുന്നത്. താൻ എങ്ങോട്ടാ പോണെന്ന് അറിയില്ല. താൻ പോകാനിരിക്കുന്ന ആ സ്ഥലത്തോട് ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ദൈവം അറിയിക്കുകയാണ്, നീ പോകാൻ പോകുന്നിരിക്കുന്ന ജാതിയുടെ അടുത്താണ്, അത് ഞാൻ സ്വീകരിക്കുന്നവരാണ്, നീ അവരെയോടുള്ള ബന്ധത്തിൽ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന കാര്യം ഈ പട്ടുപ്പാവിന്റെ ഇറങ്ങിയതായ അതിനോട് ബന്ധപ്പെട്ട് വെളിപ്പെടുത്തുന്നത് നമുക്ക് അറിയാവുന്നല്ലോ. അപ്പൊ അങ്ങനെയാണ് ജാതികൾക്ക് കർത്താവിനെ വെളിപ്പെടുത്താൻ തക്കവണ്ണം. അപ്പോ അതുവരെയും പത്രോസ് പോലും അപ്പോസ്തലന്മാരായാലും തന്നെ യഹൂദന്റെ അല്ലാത്ത ഒരു മഷിയെ അവര് കണ്ടിട്ടില്ല. കർത്താവ് ഒരിക്കൽ രക്ഷ പോലും ജാതിയുടെ ആയിട്ട് കണ്ടില്ല. എന്നാൽ ആദ്യമായിട്ട് സ്വർഗത്തിന്റെ താക്കോൽ ലഭിച്ചതായ പത്രോസിനെ വെളിപ്പെടുത്തി ആ സ്വർഗത്തിലേക്ക് ജാതികളെ നയിക്കുന്നതായ അവസ്ഥയാണ് കൊർന്നേലിയോസിനോടുള്ള ബന്ധത്തിൽ പത്രോസിനോട് ദൈവം നിവൃത്തീകരിക്കുന്ന കാര്യം. അപ്പൊ അതുവരെയും മശി എന്ന് പറയുന്നതായ ആ സംജ്ഞ അത് യഹൂദനുള്ള ബന്ധത്തിൽ മാത്രമാണ് യഹൂദന്മാർ കരുതിയിരുന്നത്. എന്നാൽ അവർ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളതായ രക്ഷയാണ് പിന്നെ കർത്താവ് കൊടുക്കാൻ തക്കോണം പറയുന്നത്. അപ്രകാരം തന്നെയാണ് ഈ അഭിഷേകവും നമ്മൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നത്. അത് നാം വായിച്ചല്ലോ, പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം. അല്ലയോ യഹൂദന്മാരെ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ, നിങ്ങൾ കൊന്നതായ ആ യേശുവിനെ ദൈവം ഉയർത്തി കർത്താവും അഭിഷക്തനുമാക്കി വെച്ചു. ക്രിസ്തു എന്ന് പറഞ്ഞ അഭിഷക്തനാണല്ലോ. കർത്താവ് ക്രിസ്തുവാക്കി വെച്ചു, അഭിഷക്തനാക്കി വെച്ചു. അവിടെയാണ് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാണ് യൂണിവേഴ്സൽ ആസ്പെക്റ്റോട് കർത്താവ് കടന്നു വരുന്നത്. അങ്ങനെയാണ് കർത്താവിനെ 2 വിധത്തിലും ലോകത്തോട് ദൈവം പ്രൊജക്ട് ചെയ്യുന്നത്, ലോകരക്ഷകനും ലോകത്തിന്റെ അഭിഷക്തനും എന്നുള്ളത്. അപ്പോൾ തന്റെ സഭയിലോട്ട് കടന്നു വരുന്ന എല്ലാവരെയും താൻ നിറച്ചിരിക്കുന്ന, തന്റെ അഭിഷേകത്താൽ നിറച്ചിരിക്കുന്ന സഭയിലോട്ട് ചേർത്തുകൊണ്ട് അഭിഷേക അധികാരവും അഭിഷേക അനുഗ്രഹവും നൽകുന്നതായിട്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം വളരെ വസ്തുനിഷ്ഠമായിട്ട് വായിക്കുന്നത്. അതിന് ആധാരമായ വാക്യമാണ് എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാ ഇങ്ങനെ പറയുന്നത്? സകലത്തെ നിറക്കുന്നവന്റെ നിർവാഹിക്കുന്ന സഭയ്ക്ക് തന്നെ തലയാക്കി വെച്ചു എന്ന് പറയുന്നു. തലയെന്ന് പറയുമ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ ഈ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതാണ്. പഴയ നിയമത്തിൽ അഹരോന്റെ തലയിൽ വീണതായ ആ തൈലമാണ് താൻ ആരെ പ്രതികരിക്കുന്നു അവരുടെ അഭിഷേകമായി തന്നിലോട്ട് വന്ന് വീഴുന്നത്. നമ്മളത് കഴിഞ്ഞ ആഴ്ച ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായി. ഇതിന് കുറച്ചും കൂടെ ആഴമായിട്ട് നമ്മൾ ദൈവം അനുവദിക്കുകയാണെങ്കിൽ സമാന കൂടാര ബന്ധത്തിനും മറ്റും ചിന്തിക്കൂ. അവിടെ അവരോടുള്ള ബന്ധത്തിൽ ഇത് പറയുന്നത് കഴിഞ്ഞാൽ അത് 131-ാം സങ്കീർത്തനം വളരെ വ്യക്തമാക്കുന്നുണ്ട്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരമാവുന്നു. അത് അഹരോന്റെ താഴിലേക്ക് വീണ വിശേഷ തൈലം അത് തടയിൽ വീണ വിഷയം താഴിലിട്ട് ഒഴുകി പതക്കിലോട്ട് വന്ന് വീഴുകയാണ്. അവിടെ മാത്രമൊന്നുമല്ല, അത് ഒഴുകി തൻ്റെതായ ഏഫോദ് മുഴുവനും നിൽക്കുന്നത്. സഭയാണ് കാണിക്കുന്നത് നാം കർത്താവിന്റെ ശരീരമാണെന്ന്. ആരാധിക്കുന്ന കർത്താവിന്റെ ശരീരമാണ് ആരാധിക്കുന്നത്. ക്രിസ്തു തലയുന്ന അവസ്ഥയിൽ ആ തലയോട് ദൈവത്തെ ആരാധിക്കണം. അല്ലാതെ ഇൻഡിവിജ്വലുള്ള ആരാധന നടത്താൻ നോക്കുമ്പോൾ നമുക്ക് ആർക്കും ഒരു അധികാരമില്ല. ക്രിസ്തുവിനുള്ള അനുഗ്രഹത്തെ ആരാധന എന്ന് പറഞ്ഞാൽ ക്രിസ്തു ശരീരത്തെ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അപ്പം വീഞ്ഞു കൊടുത്ത് നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തെ ബന്ധപ്പെടുത്തി അത് സായിക പാഠമായിട്ട് വെക്കുന്നത്, സിംബോളിക്കലായിട്ട് നാം വെക്കുകയാണ്. അത് എന്തിനാന്ന് വെച്ചാൽ വലിയ സത്യങ്ങളെ കണ്ടുകൊണ്ടായിരിക്കും. നമ്മുടെ ആരാധന വെറുതെ വികൃതമാകരുത്. നമ്മുടെ ആരാധന ഒന്നും അടിസ്ഥാനമില്ലാത്ത ആകരുത്. അതിനെല്ലാം കാര്യങ്ങൾ അതിന്റെ വസ്തുനിഷ്ഠമായ
കാര്യങ്ങളുണ്ട്, ഇനി അർത്ഥമുള്ളതായ കാര്യം. നമ്മളുടെ ആരാധന എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു, ഈ മലയിലുമല്ല ആ മലയിലുമല്ല, പിതാവിനെ ആരാധിക്കുന്നത് സത്യത്തിനും ആത്മാവിനുമാണെന്ന് പറയും. അപ്പോ സത്യത്തിനും ആത്മാവ് സത്യമാണ് എന്നതുള്ളത്, ആത്മാവിന്റെ സത്യമാണുള്ളത്. അപ്പൊ ആത്മീയ സത്യങ്ങൾ ഉൾക്കൊണ്ടതായ ഒരു ആരാധനയ്ക്ക് വേണ്ടിയുള്ള ആ യോഗ്യത തന്റെ സഭയ്ക്ക് മാത്രമേ കൊടുത്തുള്ളൂ. കാരണം എന്താണ്? സഭയാണ് കർത്താവ് പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കുക. എവിടെ? വാഗ്ദത്തമായ നിങ്ങൾക്ക് ലഭിക്കേണ്ട, അത് ശ്രാവയോന നിങ്ങൾ ഓർപ്പിച്ചതുപോലെയുള്ളതായ ആ വാഗ്ദത്തമായ ആ ആത്മാവിന്റെ സ്നാനത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ഇവനാണ് ആത്മാവിനെ കൊണ്ട് സ്നാനപ്പെടുത്തുക എന്ന് പറയുന്നത്. അത് ശ്രാവയോനാൻ വെളിപ്പെടുത്തി. അവരുടെ കയ്യിൽ വീശുമുറവുണ്ടെന്നുള്ള കാര്യമെല്ലാം ശ്രാവയോൻ വെളിപ്പെടുത്തുന്നുണ്ട് കർത്താവിനുള്ള ബന്ധത്തിൽ. അതിന് കർത്താവ് ഓർപ്പിക്കുന്നത്, അത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നുണ്ട്. കാത്തിരിക്കുക. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരാളെല്ലാം വന്ന് നമ്മൾ അവിടെ അഭിഷേകം ചെയ്യുന്നത്. എല്ലാവരുടെയും മേൽ നാവ് മുറിച്ച് നാവെന്ന ലോകത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പറയുകയാണ്. എന്നിട്ടാണ് അവർ അവിടെ കൂടിയിരുന്നുള്ളതായ യഹൂദ, അത് അന്നത്തെ മഹാ അപ്പോസ്തല ഏതാണ് പെന്തക്കോസ്ത് നാളാണ്. അത് 7 വർഷത്തിന് കൂടി അല്ല 70 വർഷം മുൻപ് വരുന്നതാണ് ഒരു ദിവസമാണ് പെന്തക്കോസ്ത് നാൾ. അല്ലെങ്കിൽ അത് ന്യായപ്രമാണത്തിൻ്റെതായ വാർഷികമായിട്ട് ഘോഷിക്കുന്നതായ ആണ്. ന്യായപ്രമാണം ആ ഭാഗങ്ങളെ വെച്ച് പഠിക്കുമ്പോൾ ഒന്ന് ഗ്രഹിക്കാൻ തക്കൊണ്ട് പറ്റും. ഒരു വാർഷികമാണ്, 70ാമത്തെ വർഷം. അപ്പൊ വലിയ പെന്തക്കോസ്ത് നാളാണത്. അപ്പൊ അതുകൊണ്ടാണ് ലോകത്തിലെ എല്ലായിടങ്ങളിൽ നിന്നും ആ ടൈമില് ഭക്തരായ യഹൂദന്മാർ ജെറുസലേമിൽ കടന്നിട്ട് ഈ ന്യായപ്രമാണ ബന്ധത്തിൽ ആ പെന്തക്കോസ്ത് നാളിനെ ഘോഷിക്കുന്നത്. ആ ടൈമിനാണ് പെന്തക്കോസ്ത് എന്ന് വെളിപ്പെടുത്തുന്ന ആ കാര്യം, അതിന്റെ ആത്മീയ സത്യത്തെ വെളിപ്പെടുത്തുന്നു. അപ്പൊ അവര് ലോകത്തിന്റെ പല ഭാഗത്ത് വന്നവർക്ക് അന്ന് സുവിശേഷം ഒരു വിധത്തിലുള്ളതായ തടസ്സം കൂടാതെ കേൾപ്പിക്കാൻ തക്കവണ്ണം അവരെ അഭിഷേകത്താൽ നിറയ്ക്ക് മാത്രമൊന്നുമല്ല, മറ്റുള്ളവരുടെ ഭാഷയിൽ സംസാരിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അന്യഭാഷ അവിടെ പറയുന്നത് അവർ പഠിക്കാത്തതും അവർ ഗ്രഹിക്കാത്തതും അവരുടെ ജന്മനാ അറിയാത്തതുമായിട്ടുള്ളതായ ഭാഷയാണ്. അന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്ന് വെച്ചാൽ അവിടെ കടന്നു വന്നിരിക്കുന്നവർ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നുള്ളതായ യഹൂദന്മാരുണ്ട്, ചിതറിപ്പോയ യഹൂദന്മാർ. അങ്ങനെ ആ വലിയ പെന്തക്കോസ്ത് നാളിൽ ഈ സഭയെ കർത്താവ് അഭിഷേകം ചെയ്യുന്ന അവസ്ഥയാണ് കാണുന്നത്. ആത്മാവിനെ അടിച്ചു. സഭയാണ് അവിടെ അല്ല, സഭയാണ് വലിയ കൊടുങ്കാറ്റ് പോലെ അടിക്കുന്ന ശബ്ദം ഉണ്ടായി സഭ. എന്നിട്ട് പറയാണ്, അവിടെ ഒരു പ്രത്യേക വേട് ഉപയോഗിച്ചിട്ടുണ്ട്, ഹോള് നിറച്ചു എന്നാ പറയുന്നത്, വ്യക്തികളെ നിറച്ചു എന്നാ പറയുന്നത്. ചില കൂട്ടര് അഭിഷേകത്തെ നിറക്കണമേ, എന്തും അഭിഷേകം നിറക്കണം, എന്ത് നിറക്കണം, ഇത് എവിടെ എഴുതിയിട്ടാണ് ഇത് ഓരോരോ കാര്യം പറയണത്. എന്തെങ്കിലും എന്താ ആത്മാവിനാണ് നിറക്കേണ്ടതെന്ന് പറയുന്നത് അതിന് അർത്ഥമുണ്ട്. അഭിഷേകത്തിന്റെ അധികാരം അറിയണമേ. അധികാരം അറിയണം നമ്മൾ എത്രത്തോളം നമ്മളെ വിജയപ്പെട്ടിക്കൊണ്ട് ആത്മാവിന് നിറവ് ഭാവിക്കുന്നുവോ നമ്മെ ദൈവം ഉദ്ദേശിച്ച കാര്യം നിറവേറ്റും. നമുക്ക് ഉദ്ദേശിച്ച കാര്യം നിറവേറ്റാൻ വേണ്ട, നമ്മൾ ചെയ്യാൻ കൊണ്ട് എന്താ ദൈവം ഉദ്ദേശിച്ചത് അതിനായതിനായ പൂർണ്ണ നമുക്ക് അധികാരം ലഭിച്ചിരിക്കുകയാണ്. ഈ അധികാരം ലഭിച്ച ശേഷം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആത്മാവിന്റെ നിറവിൽ ഇതിന്റെ പൂർണ്ണതയോട് നമ്മൾ പ്രവർത്തിച്ചു വരുന്നതാണ് ഈ അനുഗ്രഹത്തിന്റെ പൂർണ്ണ നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോ പറയേണ്ട സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് ക്രിസ്തുവിന്റെ ശരീരം എന്ന അവസ്ഥയിൽ അഭിഷക്തരാണ്. ആ അവസ്ഥയിലാണ് നാം ഇന്ന് അഭിഷേകത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ലഭിച്ച അഭിഷേകം എന്ന് പറയുന്നത് യഹൂദനെ അഭിഷക്തനായി വന്നവനെ അവൻ തള്ളിക്കളഞ്ഞപ്പോൾ നമ്മൾക്ക് ലഭിച്ചതായുള്ള അഭിഷേകമാണ്, അല്ലെങ്കിൽ ജാതികളെ അതിലോട്ട് പെടുത്തി. ഇതാണ് അതിന്റെ രക്തചുരുക്കം. അപ്പോ ഈ അഭിഷേകങ്ങളുടെ ബന്ധത്തിൽ നാം കഴിഞ്ഞ ആഴ്ചയില് പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടായത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, പഴയ നിയമത്തിൽ നാം ആദ്യം അഭിഷേകമായിട്ട് കാണുന്നത് മഹാപുരോഹിതനായ അഹരോനുള്ള ബന്ധത്തിലുള്ള അഭിഷേകമാണ്. അതങ്ങനെ പറയാൻ ഇതിലെ അഭിഷേകം എന്ന ആശയം പഴയ നിയമ
ഭക്തരിലൂടെ വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ നമ്മൾ ആ സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ മഹാപുരോഹിതനെ അഭിഷേകം ചെയ്യുന്നത് നമുക്കറിയാവുന്നതാണ്. മോശയുടെ സ്ഥാനം എന്തായിരുന്നു? മോശയെ കുറിച്ച് ദൈവം പറയുന്നത്, നീ പറപോലെ ദൈവവും നിനക്ക് പ്രവാചകനായിരിക്കും നിന്റെ ജ്യേഷ്ഠനാകുന്ന അഹരോൻ. എന്ന് വെച്ചാൽ ഈ മോശ പറയുന്ന കാര്യം അഹരോനാണ് അറിയിച്ചുകൊണ്ടിരുന്നത്. മോശ ഒഴിവഴി പറഞ്ഞപ്പോൾ വിക്കുള്ള നാവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ, തടിച്ച നാവാണ് വിക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ, അത് ഒട്ടുപിടാതെ പറഞ്ഞപ്പോൾ അതിന്റെ ജ്യേഷ്ഠൻ നിനക്ക് പകരമായി സംസാരിക്കുന്നു. അപ്പോ താൻ ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ആര്? മോശ. അതുകൊണ്ടാണ് മോശയെ കൊണ്ട് അവിടെ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് മോശ കൊണ്ട് തന്റെ ജ്യേഷ്ഠനെ അഭിഷേകം ചെയ്യുന്നത്. ജ്യേഷ്ഠനെ അഭിഷേകം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയൊരു ആത്മീയ സത്യം കേട്ടോ. അതൊന്ന് ടച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, നമ്മുടെ ജഡമാണ് ആദ്യം ഉണ്ടാകുന്നത്, നമ്മുടെ ആത്മീയ മനുഷ്യൻ ഉണ്ടാകുന്നതാണ്. ഇവിടെ അഹരോൻ ജഡത്തെ കാണിക്കുന്നു, മോശ ആത്മാവിനെ കാണിക്കുന്നു. അപ്പോൾ മോശ എന്ന് പറയുന്ന വ്യക്തിത്വം, അല്ലെങ്കിൽ നമ്മളിലൊരു ആത്മീയ വ്യക്തിത്വം ഉണ്ടാകുന്ന ജഡമുണ്ടായ ശേഷമാണ്. അപ്പൊ എപ്പോഴും ഈ ആത്മീയ വ്യക്തിത്വത്തിന് ഈ ജഡ വ്യക്തിത്വത്തിന് മേൽ അധികാരം എത്രത്തോളം ഉണ്ടാവുന്നു അത്രത്തോളമാണ് ഒരു വ്യക്തി ആത്മീയനാകുന്നത്. നാം ആത്മീയം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ടാമത് ജനിച്ചവൻ നമ്മളുടെ ജഡത്തിന്റെ ദൈവം എന്ന അവസ്ഥയിലായിരിക്കണം, അല്ലെങ്കിൽ ജഡത്തെ നിയന്ത്രിക്കുന്നതായിരിക്കണം. ഇന്ന് നമ്മളുടെ ഇടയിൽ സംഭവിക്കുന്നത്, ഞാനിപ്പോ ഒരു സൈഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്, നമ്മുടെ ജഡം ഇപ്പോൾ നമ്മുടെ ആത്മീയ വ്യക്തിത്വത്തെ നിയന്ത്രിക്കുകയാണ്. ഒരു ആത്മീയം എന്ന് പറയുന്നത് ജഡത്തിന്റെ ഇഷ്ടത്തിന് ആത്മാവിനെ വിധേയപ്പെടുത്തുകയല്ല, ആത്മാവിന്റെ ഇഷ്ടത്തിന് ജഡത്തെ വിധേയപ്പെടുത്തുകയാണ്. അതാണ്, നിങ്ങൾ ആത്മാവിനനുസരിച്ച് കഴിഞ്ഞാൽ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിയിരിക്കില്ല, ജഡത്തെ അനുസരിക്കുകയാണെങ്കിൽ ആത്മാവിന്റെ ഇഷ്ടം നിവർത്തിയല്ല. അപ്പൊ ആത്മീയ ബലങ്ങൾ ഉണ്ടാണെങ്കിൽ ആത്മാവിന്റെ ഇഷ്ടത്തിന് ശരീരത്തിൽ വിധേയപ്പെടുന്നു. ആ പൗരസഭ ഞാൻ ശരീരത്തെ മരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയനെ താൻ വളർത്ത്, തന്റെ ആത്മാവെന്ന വ്യക്തിത്വത്തെ തന്റെ ശരീര വ്യക്തിത്വത്തിന്റെ മേൽ ആധിപത്യം നിലനിർത്തിക്കൊണ്ട് ജീവിച്ചൊരു വ്യക്തിയുടെ ഒരു മാതൃകയായിട്ട് നമുക്ക് വചനത്തിൽ കാണുന്നത് ഉണ്ടാകാം. നമ്മൾ അവരൊന്നും കുറ്റപ്പെടുത്തുന്നതല്ല, എഴുതി വെച്ചിരിക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലും മറ്റും ചിന്തിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് തെളിയിച്ചു. എന്റെ ജഡത്തെ താൻ മരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ താൻ ഒരിക്കലും വളരുവാൻ തക്കവണ്ണം, ജഡത്തെ വളരുവാൻ തക്കവണ്ണം അനുവദിക്കുന്നില്ല. നാം ഒരു ഉദാഹരണം സാറിന് കേൾക്കാറുണ്ടല്ലോ ഇങ്ങനെയുള്ള വിഷയത്തിൽ കൊടുക്കുന്നത്. നമ്മിൽ രണ്ട് പട്ടികളുണ്ട്, ഒരു കറുത്ത പട്ടി, ഒരു വെളുത്ത പട്ടി. വെളുത്ത പട്ടി എന്ന് പറയുന്നത് ആത്മീയമായ മനുഷ്യൻ, കറുത്ത പട്ടി എന്ന് പറഞ്ഞാൽ ജഡമനുഷ്യൻ. ഇതിന് അധികം ഭക്ഷണം ഏതിന് കൊടുക്കുന്നോ ആ അധികം ഭക്ഷണം കഴിക്കുന്നവൻ മറ്റവന്റെ മേൽ അധിപതിയാവും. ജഡത്തിന് വേണ്ടി ഭക്ഷണം അധികം കൊടുക്കരുത്. ഭക്ഷണം എന്ന് വെച്ചാൽ ശരീര ഭക്ഷണം കിട്ടാൻ പറയുന്നത്. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ജഡത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആത്മാവിനെ ഈ ജഡം അടിച്ചമർത്തും. എന്നാൽ ആത്മാവിനെ വളർത്തുന്ന ആത്മീയ കാര്യങ്ങൾ, ദൈവജനവും ദൈവിക കൂട്ടായ്മയും ദൈവിക കാര്യങ്ങളിലൂടെ വിട്ടുപോകുമ്പോൾ, അപ്പോ ആത്മാവിനനുസരിച്ച് കിടക്കുന്ന ജഡമോഹൻ ജഡമോഹൻ നിർത്തിയിരിക്കരുതെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ഈ അഹരോനെ അഭിഷേകം ചെയ്യുന്നത് അഹരോന്റെ അനിയനാണെന്നുള്ള കാര്യമാണ്. അതിന്റെ സത്യമാണ് ഇപ്പൊ വെളിപ്പെടുത്തിയത്, നമ്മുടെ ജഡം. അതേപോലെ തന്നെയാണ് ഇപ്പൊ പറയാലോ, ഇസാക്ക്, പിന്നെ ഇസാക്കിന് മുമ്പ് എബ്രാഹിം ജനിച്ചത് ഇസ്മായിലിനെ അടിച്ചു ഓടിക്കാനാ പറയുന്നത്. ഇസ്മായിലിനെ അടിച്ചു ഓടിച്ചില്ലെങ്കിൽ ഇന്ത്യതായ കുടുംബത്തിന്റെ അധികാരം ആരെടുക്കും? ഇസ്മായിൽ എടുക്കും. പക്ഷെ ബാധ്യത പുത്രൻ വരുന്നത് ഇസ്മായിലിന് ശേഷമാണ്. ഏകദേശം 13 വർഷം കഴിയുമ്പോഴാണെന്ന് തോന്നുന്നത്, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത്രയും വ്യത്യാസമുള്ളതായ അവസ്ഥയിലാണ്. അപ്പോ ഈ ഇസ്മായിലിനെ
ഈ എബ്രഹാം കുടുംബത്തിൽ സ്ഥാനം കൊടുത്താൽ അതാണ് ഇസ്മയിലും അമ്മ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ സാറയ്ക്കും പിന്നെ ഇസാക്കിനും സ്ഥാനം ഉണ്ടാകുന്നു. അതുകൊണ്ട് സാറുടെ ഇഷ്ടം ചെയ്യാൻ തക്കൊണ്ട് പറയാം. അത് ആത്മീയസത്യത്തെ വെളിപ്പെടുത്തുന്നുണ്ടോ? ഇത് ആത്മീയസത്യം വെളിപ്പെടുത്തുമ്പോഴാണ് നാം പല കാര്യങ്ങളും കാര്യകാരണസഹിതം ഗ്രഹിക്കുകയും ദൈവത്തിന്റെ ഇടപാടുകൾക്ക് ഇടർച്ച വരാതിരിക്കുകയും ചെയ്യുന്നു. ചില ദൈവത്തിന്റെ ഇടപാട് നോക്കുമ്പോൾ ദൈവം ക്രൂരനാണെന്നൊക്കെ തോന്നിക്കും. പക്ഷെ ദൈവം അതുപോലെ വെളിപ്പെടുത്തി വേറെ കാര്യമാണ്. അവിടെ അടിച്ചോടിക്കാന്നൊക്കെ പറയുന്നത് അത് നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ ജഡത്തെ അടിച്ചോടിച്ചിട്ട് നമ്മുടെ ആത്മീയ മനുഷ്യനെ ഇസാക്ക് മറ്റുള്ളവർക്ക് ചിരിയേ ഉണ്ടാവുള്ളൂ. യോമനുഷ്യന് ഇല്ല ഇസാക്ക് എന്ന് പറഞ്ഞാൽ ചിരിയേ ഉണ്ടാവുള്ളൂ. നമ്മൾ വീണ്ടും ചെന്ന് പറയും വീണ്ടും ചെന്നു എന്താ പറയുന്നത് എന്ത് വീണ്ടും ചെന്നൊക്കെ പറയും. അപ്പൊ ചിരിയുടെ വസ്തുവാണ് നമ്മൾ രണ്ടാമത്തെ മനുഷ്യൻ. അപ്പൊ പറയണ സാഹചര്യത്തിലേ ഉള്ളൂ. അങ്ങനെ അഹരോനെ മോശ അഭിഷേകം ചെയ്യുന്നതാണ് അവസ്ഥ. ഇവിടെ ദൈവം തന്റെ പുത്രനെ അഭിഷേകം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ആത്മാവിനെ പരിശുദ്ധാത്മാവായിട്ടുണ്ട് അഭിഷേകം ചെയ്തത്. ഇവനെന്റെ പ്രിയപുത്രൻ ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ തന്റെ ഐഹിക ജീവിതകാലം 30 വർഷക്കാലം ഈ അഭിഷേകത്തോടുള്ള ബന്ധത്തിൽ ഏത് ക്വാളിറ്റിയാണോ അല്ലെങ്കിൽ ഏത് ക്വാളിഫിക്കേഷൻ ആണോ ഏത് വിധത്തിലുള്ളതായ ഒരു യോഗ്യതയാണോ തനിക്ക് വേണ്ടത്, താൻ ആ യോഗ്യത നേടിയ കാര്യമാണ് അവിടെ പറയുന്നത്. തന്റെ രഹസ്യ ജീവിതമാണത്. ആ രഹസ്യ ജീവിതത്തിൽ താൻ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു തന്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട് മാതാപിതാക്കളോട് ബന്ധപ്പെട്ട് സമൂഹത്തോട് ബന്ധപ്പെട്ടും ദൈവവചന വ്യവസ്ഥ താൻ ജീവിച്ച വ്യക്തിയാണ്. പിന്നീട് പരസ്യമായിട്ട് താൻ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജീവിച്ച വ്യക്തിയോട് ബന്ധപ്പെട്ട് പിതാവ് പറയുന്നു ഇവന്റെ പ്രിയപുത്രൻ. നാം വിചാരിക്കും പുത്രനാ ദൈവത്തോട് ബന്ധപ്പെട്ട് അവിടെ പറയുന്നത് മനുഷ്യപുത്രൻ എന്ന് പറയുന്ന കർത്താവ് തന്നെ പറഞ്ഞു ഞാൻ മനുഷ്യപുത്രൻ. ആ മനുഷ്യപുത്രത്തോട് ബന്ധപ്പെട്ടതായ ഒരു കാര്യം നമ്മെ ഉൾക്കൊള്ളുന്ന ആ മനുഷ്യപുത്രനോട് ബന്ധപ്പെട്ടുള്ള കാര്യം പറയുന്നത് ഇവന്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നത് തന്റെ 30 വർഷക്കാലമുള്ള ന്യായപ്രമാണത്തെ ഞാൻ നിവർത്തിയിരിക്കുന്ന കാര്യത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ. അത് തൻ്റെതായ രഹസ്യ ജീവിതത്തിൽ നിവർത്തിയ കാര്യമാണ്. വചനപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മാത്രം ജീവിച്ചവർ ഒരു വള്ളിക്കോ പുള്ളിക്കോ ഒരു വിധത്തിലുള്ള വ്യതിയാനം വരാതെ ന്യായപ്രമാണത്തെ അറിഞ്ഞ് അതിനെ സ്നേഹിച്ചു നീതിപൂർവം ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി വിധേയപ്പെട്ട് ജീവിച്ചു. ഈ നീതിമാനിൽ യാതൊരു കുറ്റം കാണുന്നില്ല അവസരം എല്ലാവരും. അങ്ങനെ ജീവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അഭിഷേകം ചെയ്യണം. അപ്പൊ ആ ജീവിതത്തോട് ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ പുത്രനാം ദൈവം എന്നുള്ള പദ്ധതി തനിക്ക് അഭിഷേകം വേണ്ട. അത് സ്ത്രീത്വം പഠിക്കുമ്പോൾ അറിയാവുന്നതാണ്. അവരെല്ലാവരും ഈക്വലാ. പക്ഷെ താനെടുത്ത സ്ഥാനത്തോട് ബന്ധപ്പെട്ട് പിതാവായ ദൈവം പറയുന്നതായ ഒരു വെളിപ്പെടുത്തലാണത്, സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രസ്താവന. അപ്പൊ ആ പ്രസ്താവന ഇവരുടെ പ്രിയപുത്രൻ ഇവൻ ഞാൻ പ്രസ്താവിച്ചു. അങ്ങനെയാണ് കർത്താവിനെ യഹൂദന്റെ അഭിഷേക്തനായി തീർത്തത്. അങ്ങനത്തെ ആ അഭിഷേകത്തോട് ബന്ധത്തിൽ ആണ് ഇവിടെ പിതാവ് പുത്രനെ അഭിഷേകം ചെയ്യുന്ന പോലെ ഇവിടെ മഹാപുരോഹിതനായ ശുശ്രൂഷിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മോശ അഹരോനെ അഭിഷേകം ചെയ്യുന്നു. നമ്മൾ ആ സ്ലൈഡിൽ കാണിക്കുന്നുണ്ട് അഹരോനെ അഭിഷേകം ചെയ്യുന്നു. അതെന്റെ മക്കളോട് ബന്ധപ്പെട്ട് അവിടെ ആ പിക്ചർ അവിടെ മക്കളോട് ബന്ധപ്പെട്ട് കാണിക്കുന്നുണ്ട്. പറയുന്ന സാരം എത്രയേ ഉള്ളൂ, ഈ അഭിഷക്തമാണ്, ഈ അഭിഷേകം കൊണ്ട് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പൊ പഴയ നിയമ അഭിഷക്തിലൂടെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മുടെ കർത്താവിനെ പ്രതികരിക്കുന്നതായ ഒരു ഉദ്യോഗമാണ് പഴയ നിയമത്തിൽ അഹരോൻ ചെയ്യുന്നത് കാണുന്നത്. കർത്താവ് മെൽക്കിസെദെക്കിൻ പ്രകാരമുള്ള മഹാപുരോഹിതനാണ്. അപ്പൊ നമുക്കറിയാവുന്ന അപ്പോ താനാണ് യഥാർത്ഥമായ അതാണ് അഭിഷക്തൻ. മെൽക്കിസെദെക്കിൻ പ്രകാരമുള്ള അഭിഷക്തൻ നമ്മ എബ്രായത്തിൽ മറ്റും വായിക്കുന്നുണ്ടല്ലോ. അപ്പോ ആ പ്രകാരമുള്ള അഭിഷക്തൻ എന്നുള്ള നിലയിൽ അതിന്റെ നേരായിട്ട് കാണിക്കുന്ന എന്താണ് ഇവിടെ. അപ്പൊ നമ്മുടെ കർത്താവിന്റെ യോഗ്യതയെല്ലാം താൻ ധരിക്കുന്നതായ ആ ഉടുപ്പുള്ള ബന്ധത്തിലും തന്റെ അടിയുടുപ്പുള്ള ബന്ധത്തിലും തന്റെ ഏഫോദുള്ള ബന്ധത്തിലും
തന്റെ പതക്കത്തോടുള്ള ബന്ധം മറ്റും വെളിപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. അതിന്റെ ആഴമായ ഭാഗത്തോട്ട് വേറെ നമുക്ക് പോവാം. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് അവിടെ കൊണ്ട് എന്താണ് പ്രത്യക്ഷമായിട്ട് വെളിപ്പെടുത്തുന്നത്. അവിടെ കൊണ്ട് വെളിപ്പെടുത്തുന്നത് ഒന്ന് രണ്ട് കാര്യം പറയാം. അത് നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് പറയാണ് ഒറ്റടി. ആ അഭിഷേകത്താൽ തന്റെ മക്കളും അഭിഷേകത്തിലായി എന്നുള്ളത് ദൈവം കണക്കിടുകയാണ്. മക്കളെ പ്രത്യേകമായ അഭിഷേകം ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. അവരെ ഉടുപ്പ് ധരിപ്പിക്കുന്നുണ്ടെങ്കിലും അവരെ പ്രത്യേക അഭിഷേകം ചെയ്യുന്നതായിട്ട് കാണുന്നത്. അത് അഹ്റോന്റെ അഭിഷേകത്താൽ അവരും അഭിഷേകത്തിലെന്നുള്ള അവസ്ഥയിലാണ്. അത് നമ്മൾ ഇത് ഇവിടെ അറിയുന്നുണ്ടല്ലോ. ഇതേ അവസ്ഥ തന്നെയാണ് ഇസ്രായേൽ മുഴുവൻ അഭിഷേകത്തിലാണെന്ന് പറയുന്നുണ്ട്. ആ ഭാവം വേണമെങ്കിൽ അടുത്ത ആഴ്ച വേണമെങ്കിൽ സംശയം വേണമെങ്കിൽ പറയാം. ഇസ്രായേൽ മുഴുവൻ അഭിഷേകത്തിലാണ്. അതാണ് അത് ഇവിടെ കൊണ്ട് പദം കൊണ്ട് വെളിപ്പെടുത്തുന്നതാണ്. സംഖ്യപുസ്തകത്തിലാണെന്ന് തോന്നുന്നു. അഭിഷേകത്തിലായ ഇസ്രായേൽ ജനമാണ്. അത് അഹ്റോന്റെ അഭിഷേകത്തിലായത്. എങ്ങനെയാണത്? അഹ്റോൻ ഇട്ടിരിക്കുന്ന ആ പതക്കത്തിന്മേൽ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചല്ലോ. ആ പതക്കത്തിന്മേൽ 12 ഗോത്രങ്ങളെ താൻ പ്രതിനിധീകരിച്ചുള്ളതായ ആ ഒരു എന്താണ് ഷീറ്റ് ഉണ്ടായിരുന്നു. ഇതിലോട്ടാണ് അഭിഷേക തൈലം വന്ന് തലയിൽ വീണ അഭിഷേക തൈലം വീഴുന്നത്. ഈ പതക്കത്തിന്മേൽ മാത്രം അഭിഷേകം കൊടുക്കുന്നില്ല, തലയിൽ വീണ അഭിഷേക തൈലമാണ് ഈ ഒഴിവ് വന്നിട്ട് ഈ പതക്കത്തെയും പിന്നെ താഴോട്ട് ഇറക്കി ആ സഭയെ മുഴുവൻ അഭിഷേക്തമാണ് തീർക്കുന്നത്. അപ്പോ ആ കല്ലുകളിനോട് ബന്ധപ്പെട്ട കല്ല് മുഴുവൻ അഭിഷേക്തമായി തീരുകയാണ്. അപ്പോ ഇതാണ് നമ്മൾ കർത്താവിനോട്. കർത്താവ് എല്ലാ കാര്യം നേടി സ്വർഗോട്ട് വന്നിട്ട് കർത്താവ് ഞാൻ പിതാവിനോട് അഭിഷേഷം വാഗ്ദത്തമാകുന്ന ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ അയച്ചു, ആത്മശാനത്താൽ സഭയെ അഭിഷക്തമാക്കുമെന്ന് കർത്താവ് പറഞ്ഞത്. അപ്പോൾ അഹ്റോന്റെ തലയിൽ വീണതായ ആ തൈലം, അഭിഷേക തൈലം ആ തന്റെ താടികൾക്ക് ഒഴുകി അത് പതക്കത്തിന്മേൽ വന്ന് വീഴുന്നതാണ്. പ്രത്യേക പതക്കം ഇതാണ് നമുക്ക് ഇതേപോലെ തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മളുടെയും അഭിഷേകം എന്ന് പറയുന്നത്. ക്രിസ്തുവിന് വീഴുന്നതായ, ക്രിസ്തു തലയിൽ വീഴുന്നതായ, സഭയുടെ തലയിൽ വീഴുന്നതാണ് അഭിഷേകം. നമ്മിലോട്ട് അത് നാം നമ്മൾ സകലത്തിൽ നിൽക്കുന്നതായ ആ സഭയോട്, സഭയുടെ 2 സ്ഥലങ്ങൾ പറഞ്ഞു. ഒന്ന് സർവലൗകികമായ സഭയുണ്ട്. പിന്നെ 3 കാര്യങ്ങൾ പറയാൻ പറ്റും. ഒന്ന് സർവലൗകികന്റെ സഭയുടെ തുടക്കം തൊട്ട് ഉത്പ്രാവണം വരെയുള്ളതായ സഭയെ സർവലൗകികമായ സഭയുമായി. എന്നാൽ ഇന്ന് ലോകത്തിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരെയും സഭയോടുള്ള ബന്ധത്തിൽ ഒരു സഭയുണ്ട്. അത് സർവലൗകികമായ സഭ എന്ന് പറയാം. അത് ടോട്ടലല്ല, ലൈവ് ഉള്ളത്. പിന്നെ സലസഭ. ഈ 3 നിലകളിൽ സഭയെ ചിത്രീകരിക്കുന്നത് കാണാൻ പറ്റുന്നത്. അപ്പോ സലസഭയുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ഊന്നി പറയുന്നത്. അപ്പോ ഈ സഭയെ ഏകാത്മസ്ഥാനത്താൽ, ഏകാത്മമാനത്താൽ, ഏക ശരീരമാക്കി തീർത്തിരിക്കുന്നതാണ് ഏക ആത്മശാനത്താൽ. അതാണ് 1 കൊരിന്ത്യർ 12:13 വാക്യത്തിൽ ഏക ശരീരമാക്കിയത്. അത് താൻ തന്റെ ശിഷ്യന്മാർ മൂലം രക്ഷിക്കപ്പെടാതിരിക്കുന്നവരെയും മുൻകണ്ടുകൊണ്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി എത്രാം അധ്യായത്തിലാ? 2-ാം അധ്യായത്തിലില്ലേ? അത് തന്നെ വായിക്കുന്നുണ്ടല്ലോ. രക്ഷിക്കപ്പെടുന്ന അനുദിനം കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എന്തിനാ? അത് സലസഭയോട് ചേർത്തുകൊണ്ട് ബന്ധപ്പെട്ടില്ല. അത് സലസഭയോടുള്ള ബന്ധമുള്ള ചേർന്നുകൊണ്ടുള്ളതായ അഭിഷേകത്തിൻ്റെതായ ആ പ്രായോഗികതയൊക്കെ നമ്മൾ ചിന്തിക്കട്ടോ. ചിന്തിക്കേണ്ടത് തന്നെ. ചിന്തിച്ചില്ലെങ്കിൽ റോമാലേഖനം 6-ാം അധ്യായത്തിൽ പല പല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഭാഗം നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഒറ്റയടിക്ക് ഒരു കാര്യം ചിന്തിക്കുന്നതാണ്. അപ്പൊ തലയിൽ വീഴാനുള്ള അഭിഷേക തൈലം ആ പദത്തിൽ വീഴുന്ന പോലെ കർത്താവ് 40-ാം ദിവസം സ്വർഗത്തേക്ക് ഉയർത്തപ്പെട്ടു. 50-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിനെ അയച്ചു. സഭയെ 120 പേരെ അവിടെ അഭിഷേകം ചെയ്യുക, സഭയെ അഭിഷേകം ചെയ്യുക. ആ അഭിഷേകമായ സർവലൗകികമായ സഭയെ അവിടെ ഉൾപ്പെടുത്തും. ആ ടൈമില് വേറെ ആരും സഭയായിട്ട് ലോകത്തില്ല. അപ്പോ ആ ഒരു യെരൂശലേം കൂടിയുള്ള അവര് എല്ലാ കാലത്തെയും സഭയെ ഒറ്റയടിക്ക് പ്രതികരിക്കുന്നതാണ് കൊള്ളുന്നത്.
ഞാൻ പറഞ്ഞ 3 തലങ്ങളിലുള്ളതായ 3 വ്യവസ്ഥകളെ കാണിക്കുന്നതായ കാര്യങ്ങൾ അവിടെ ആ യെരൂശലേമിലെ അവിടെ കൂടിയിരുന്ന സ്ഥലത്തോട് ബന്ധപ്പെട്ട് വെളിപ്പെടുന്നത്. അപ്പോ അങ്ങനെ ഒരിക്കലായിട്ട് അഭിഷേകത്താൽ സഭയെ സകലത്തെ നിറക്കുന്നവന്റെ നിറവായി തീർത്താണ്. അതാണ് എഫ്എസ്യർ 2-ന്റെ ഒന്നിന്റെ അവസാനത്തോട് എത്ര വാക്യങ്ങൾ കറുത്തു 23 അപ്പൊ അവിടെ പറയും സകലത്തെ നിറക്കുന്ന നിറവായിരിക്കുന്ന സകലത്തിന്റെ നിറക്കുന്നതിന്റെ നിറവായിരിക്കുന്ന സഭയ്ക്ക് തലയാൻ വെച്ചിരിക്കുന്നത് പറയുന്ന അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ തലയാൻ വെച്ചിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിന്റെ അഭിഷേകത്താൽ നാം ഇന്ന് സഭയിൽ തന്റെ ശരീരത്തിന്റെ അവസ്ഥയിൽ ഏകശരീരമാക്കി എന്ന് പറയുന്നത് അല്ലെ. ഏകാത്മസ്ഥാനത്തല ആത്മഭാനത്തല ഏക ശരീരത്തോട് ബന്ധപ്പെട്ടാണ് ഈ കൃപാവനം നിൽക്കുന്നത്, അഭിഷേകം നിൽക്കുന്നത്. ഇതെല്ലാം ചേർത്ത് പഠിക്കുമ്പോഴാണ് അതിന്റെ മനോഹരമായ അവസ്ഥ പോകുന്നത്. ഒരു പ്രശ്നമില്ല ഇതിനകത്ത്. ഇത് പഠിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒറ്റ അഭിഷേകത്താൽ ഒരു ശരീരത്തെ ഉണ്ടാക്കി ആ അഭിഷേകത്തിന്റെ അധികാരം ആ ശരീരത്തിന് തരാവുന്ന ക്രിസ്തുവിൽ ഒതുങ്ങിയിരിക്കുന്നു. അപ്പോ ക്രിസ്തു അല്ലാത്ത ആളൊരു അഭിഷക്തനായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ദൈവവചനപ്രകാരം അവനെ അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ന് 2 തലങ്ങളിലാണ് ആരാധനകളും മറ്റും നടക്കുന്നുണ്ട്. ഒരാളെ ദൈവത്തിൽ ചെയ്യണം എന്നൊക്കെ പറയും. ഇത് തന്നെ പഴയ യുഗത്തിലുണ്ടായിരുന്നു. ജെറുസലേമിൽ ആരാധിക്കുന്ന കൂട്ടുണ്ടായിരുന്നു, ശബരിയിൽ ആരാധിക്കുന്ന കൂട്ടുണ്ടായിരുന്നു. ശബരിക്കാരത്ത് പറഞ്ഞു ഈ മലയിലാണോ ആ മലയിലാണോ ആരാധിക്കുന്നത്. കർത്താവ് അവിടെയല്ല ഇവിടെയല്ല, എൻ പിതാവിനെ ആരാധിക്കുന്നത് ആത്മാവ് സത്യത്തിൽ ആരാധിക്കും. അതാണ് ആത്മാവ് സത്യത്തിൽ ആരാധിക്കുന്നത് കർത്താവിനെ പറയാം. അപ്പോ ഈ മലകളുള്ള ബന്ധപ്പെട്ട അവിടെ രണ്ടുള്ളതായ ശരിക്കുള്ള ആരാധന കാണുന്നത് ആത്മാവ് സത്യത്തിലുമാണ്. സത്യമാണെന്ന് വചനവും അതിനകത്തുണ്ട്. സത്യം ക്രിസ്തുവാണല്ലോ, വചനമാണ്. പിന്നെ ആത്മാവെന്ന് പറയുന്നത് ആത്മാവെന്ന കാര്യം നമുക്കത് പഠിക്കേണ്ട കാര്യം. ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിനോട് ബന്ധപ്പെട്ടും നമ്മളുടെ വീട്ടിൽക്കൂടെ ആത്മാവിനോട് ബന്ധപ്പെട്ട് ചേർത്താണ് പറയുന്നത് ആത്മാവിൽ ആരാധിക്കാന്ന് പറയുന്നത്. വീണ്ടെടുക്കപ്പെട്ടവര് പരിശുദ്ധാത്മാവിന്റെ നിറവിലെ ദൈവത്തെ ആരാധിക്കുന്ന കാര്യമാണ് അവിടെ കർത്താവോട് പറയുന്നത്. ആത്മാവ് സത്യത്തിൽ പറയുന്നത്. അപ്പൊ പറയാൻ ഇത്രേ ഉള്ളൂ. അഭിഷേക ധ്യാനം എന്ന് പറയുന്നത് കർത്താവ് നമ്മൾക്ക് വേണ്ടി നേടിത്തന്ന് സഭയിൽ അത് നിറച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളതായ സഭയുടെയുള്ള ആരാധനയാണ് ദൈവം അംഗീകരിക്കുന്നുള്ളൂ. അപ്പോ ഒരു സഭ എന്ന് പറയുമ്പോൾ ആ സഭയിലാണ് ഈ ആരാധന അധികാരം. സഭ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടി എന്തെങ്കിലും ഓർഡർ കേട്ടോ. ആ വിശ്വാസികളുടെ ഇടയിൽ 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടുമ്പോൾ അവന് മധ്യേ ഞാനുണ്ടാവും. ആ കർത്താവിന്റെ മധ്യയുടെ മധ്യസ്ഥയിൽ ആണ് നമുക്ക് അഭിഷേകത്തിന് നിൽക്കുന്നത്. അവിടെ എന്റെ നാമത്തിൽ കൂടുതൽ അവിടെ മധ്യ ഉണ്ടാവുന്ന എന്റെ അഭിഷേകത്തിന്റെ അധികാരത്തിൻ്റെതായ സത്യത്തെ കാണിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് എങ്ങും വരുന്ന അവസ്ഥ വരരുത്. കർത്താവ് നാമം എടുത്തിട്ട് ആരും കാണില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത് കർത്താവ് ഉദ്ദേശിച്ചതാണ്. എന്റെ അധികാരം, ഞാൻ നേടിയ അധികാരം നിങ്ങൾ എന്റെ നാമത്തിൽ കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിലനിന്നുണ്ട്. നമ്മൾ ആരാധിക്കുന്ന നേരത്ത് നമ്മളുടെ കർത്താവ് ശരീരമായിട്ട് നമ്മുടെ ആത്മതലത്തിലുണ്ട്. നമ്മുടെ മധ്യത്തിൽ യഥാർത്ഥമായ ആരാധന. നിങ്ങളുടെ സഭയായിട്ട് കർത്താവ് ഇന്ന് കൂടി വരുന്നത് കർത്താവിന്റെ വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ട് കർത്താവ് അവിടെ ഉണ്ടാവില്ല. ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ട് കാണുമോ? ഈ കർത്താവുള്ള കാര്യം ഈ അമേരിക്കയിൽ നടന്ന ഒരു കഥയായിട്ട് പറയും. അമേരിക്കയിൽ ഒരിടത്ത് ഇപ്പൊ എങ്ങനെ അറിയില്ല, ഇപ്പൊ കുഴപ്പമൊന്നും ഈ കറുത്ത നീഗ്രോസ് രക്ഷിക്കപ്പെട്ടവരെ ചേർക്കാൻ സഭ ഉണ്ടായിരുന്നു. നമ്മുടെ ഇടയിൽ ഇപ്പൊ ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പോഴെന്ന് ചില ഞാൻ പറയുന്നില്ല, പേരൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ളവരെ ആരാധിക്കാൻ ചേർക്കാൻ സഭ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല. പറയുന്നത് കഴിഞ്ഞാൽ നീഗ്രോസിനെ ആരാധിക്കാൻ തക്കോണം കേൾക്കാറുണ്ടാവില്ല. അപ്പൊ ഒരു നീഗ്രോ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവന് കർത്താവിനെ ആരാധിക്കാൻ തക്കോണം ആകൃതി എന്നപ്പോ അവിടെയുള്ളതായ വെള്ളക്കാർ അവനെ ഓടിച്ചു. അപ്പൊ അവൻ നടന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കരഞ്ഞോട്ട് നടക്കുകയാണ്. അപ്പോ കർത്താവല്ല ഒരു പാവൂരിലാണ് അച്ഛൻ. അത് നടന്ന കാര്യമായിട്ട് ഞാൻ പറയും. അപ്പോ ഇങ്ങനെ കാര്യം ചോദിച്ചു. അപ്പൊ പറഞ്ഞു എനിക്ക് അവിടെ ആരാധിക്കാൻ തക്കോണം പറ്റും. അപ്പൊ പുള്ളി പറയുന്നറിയാം,
നിന്നെ ആരാധിക്കാതെ ഞാനാണ് അവിടെ ഞാനാണ് വിഷ്ണു. എന്നെ അവര് കേട്ടിട്ടില്ല, പിന്നീട് നിന്നെ കേട്ടിട്ടുണ്ട്. അപ്പൊ കർത്താവ് പുറത്താണ് ഇങ്ങനെയുള്ള. അപ്പൊ കർത്താവ് പുറത്തായിട്ട് പോകണമെങ്കിൽ കർത്താവിന്റെ വ്യവസ്ഥകളിൽ കർത്തവനെ വെളുക്കണമെന്നൊന്നുമില്ല, ഒക്കെ ഒരേപോലെ. അപ്പൊ കർത്താവില്ലാത്ത വ്യവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ ആരാധന പോകുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, കർത്താവിന്റെ സന്താനം അതുകൊണ്ട് അഭിഷേക ശക്തി കൂടി ഇല്ല. അഭിഷേക ശക്തി ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ നിറവേണ്ട ആരാധനയാണ് ദൈവം സ്വീകരിക്കുന്നത്. നമ്മൾ പോലും ഇപ്പൊ ഞാനിപ്പോ ഒരു എക്സെപ്ഷൻ അല്ല. എത്ര പേരും ആരാധന തരത്തിൽ ദൈവമേ എന്റെ ആത്മാവിന്റെ നിറവിൽ എന്റെ പാവങ്ങളെല്ലാം ക്ഷമിച്ചുകൊണ്ട് ആത്മാവിനെ നിറച്ചുകൊണ്ട് യോഗ്യമാകത്തെ ആരാധിക്കാൻ തക്കവണ്ണം എന്നെ ആക്കണമെന്ന് നാം പ്രാർത്ഥിക്കാറ് പോലും അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാറില്ല. വളരെ ചുരുക്കമുള്ള അവസ്ഥകളിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ നമ്മളുടെ യോഗ്യത നമ്മളുടെ പാവങ്ങളായിട്ട് പറഞ്ഞാൽ അത് ഒന്ന്. അപ്പോൾ യോഹന്നാന്റെ ലേഖനം ഒന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നമ്മൾ കൂട്ടായ്മ ഉണ്ടായെങ്കിൽ നിങ്ങളുടെ പാവങ്ങളെ ഏറ്റു പറഞ്ഞു യഥാസ്ഥാനപ്പെടുന്നു പറയണ്ടല്ലോ. പാവമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ പാവമില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നില്ല. അപ്പൊ യഥാസ്ഥാനപ്പെടുമ്പോൾ നാം പശ്ചാത്താപം നിറവിൽ ആയിത്തീരും. പാവങ്ങളേറ്റ് പറഞ്ഞു ശുദ്ധീകരിക്കപ്പെട്ട ആ പശ്ചാത്തല നിറവിൽ ദൈവത്തെ ആരാധിക്കേണ്ട കൊണ്ണം കടന്നു പോകുന്നേരത്ത് ദൈവത്തിന്റെ ആത്മാവ് ആണ് സഭയെ ദൈവത്തെ ആരാധിക്കേണ്ടതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പൊ ഇത്ര നമ്മൾ പറഞ്ഞത് അഹ്റോനുള്ള ബന്ധത്തിൽ ഉള്ളതായ അഹ്റോനിന്റെ കർത്താവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നാം മഹാപുരോഹിതനായിട്ട് നമുക്ക് വേണ്ടി ശുശ്രൂഷ കാണിക്കുന്നത്. തന്നിൽ നാം അഭിഷക്തരാണ്. തന്റെ അഭിഷേകാധികാരമാണ് നമ്മുടെ അഭിഷേകാധികാരം. തന്റെ തലയിൽ വീണുള്ളതായ ആ തൈലത്തിന്റെ അധികാരമാണ് പതക്കത്തിന്റെ അധികാരമായിരിക്കും. അങ്ങനെയുള്ള അധികാരത്തിൽ ജീവിക്കുമ്പോഴാണ് ആ അഭിഷേകതൈലത്തിന്റെ ഒഴുക്ക് ആ ഏഫോദിൽ അല്ലെങ്കിൽ ആ നീലക്കുപ്പായത്തിന്റെ താഴെ കാണുന്നതായ ആ മണികളിലും ആ പഴത്തിലും. മണി എന്ന് പറയുന്ന ഒരളവ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷികൾ പറയുന്നു, സുവിശേഷ സാക്ഷികൾ പറയുന്നു. അത് കേൾക്കുന്നതായിരിക്കണം. നമ്മെ കുറിച്ച് നമ്മെ സംസാരിക്കുന്നതായ പത്രികളാണ് നാം മൂലം എവിടെ ചെല്ലുന്ന സുവിശേഷത്തിന് തന്നെ ഉണ്ടാകണം. അത് നമ്മളുടെ വാക്കുകൊണ്ട് മാത്രമെന്നാണല്ല, വാക്കുകൊണ്ടാണ് കുഴപ്പം, അതാണ് ഏറ്റവും. പക്ഷെ വാക്കുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ശബ്ദിക്കുന്ന മണികളായിരിക്കും സുവിശേഷ ശബ്ദം ഉണ്ടാകും. പിന്നെ ആത്മീയ ബലം ഉണ്ടാകണം. അതാണ് മാതളപ്പഴം എന്ന് പറയുന്നത്. ആത്മീയ ബലങ്ങൾ, ആത്മീയ ബലം എന്ന് പറയുന്നത് പലമുണ്ട്. ഈ മാതളത്തിൽ പല പല ഗുരുക്കളാണ്. ഇതാണ് ആത്മീയ ബലം എന്ന് പറയുന്നത്. ആത്മീയ ബലങ്ങളോട് ബന്ധപ്പെട്ട് ഒറ്റ ബലമുണ്ടെങ്കിൽ അതിൻ്റെ പല പല കാര്യങ്ങളുണ്ട്. ഇതാണ് ഇന്ത്യജയം, അങ്ങനെയുള്ള സ്നേഹം, അങ്ങനെയുള്ള കാര്യം വായിക്കുന്നുണ്ട് ഗ്രന്ഥത്തിലാണ്. അപ്പൊ ആത്മീയ ബലം കായ്ക്കുന്ന അവസ്ഥയിലും ഈ നാമ ദൈവത്തിന്റെ വചനത്തിന്റെ ഘോഷണം, സ്നേഹത്തിന്റെ ഘോഷണം നടത്തുന്ന കാര്യങ്ങളിലുമാണ് ഇത് പോയി നിലനിൽക്കുന്നത്. ഈ അധികാരം ഇന്ന് നമ്മുടെ ശരീരത്തിലാവും. നമ്മൾ ഈ ഭൂമിയും നമ്മൾ ചെയ്യുന്ന കാര്യമുണ്ട്, സ്വർഗത്തോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ? സഭയുള്ള ബന്ധത്തിലാണ്. സ്വർഗം നമുക്ക് എന്നേക്കും രക്ഷ കിട്ടി. എന്നാൽ ഈ രക്ഷയുടെ മഹത്വപൂർണമായ അവസ്ഥ കൊണ്ട് ശോഭ കൂട്ടുന്ന അവസ്ഥ. അവിടെ അവരോടുള്ള ബന്ധത്തിൽ വാക്യം പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ എന്തിനു വേണ്ടിയാണ് അലങ്കാര പുസ്തകം ഉണ്ടാക്കേണ്ടത്? ആ വാക്യം ഒന്ന് വായിക്കാനല്ലാതെ ഏതാണ് എക്സോഡസ് പുറപ്പാട് പുസ്തകം 28-ാം തീയതി ഒന്ന് വാങ്ങി. അവനെ അലങ്കാരത്തിനും അധികാരത്തിനുമായിട്ടുള്ള അലങ്കാരത്തിനും ശോഭയ്ക്കും അലങ്കാരത്തിനുമായി വിശേഷ തൈലം ഉണ്ടാക്കണം, വിശേഷ ഉടുപ്പുണ്ടാക്കണം. ശോഭയ്ക്കും അല്ലെങ്കിൽ ഗ്ലോറി, നഷ്ടപ്പെട്ടു പോയ ശോഭയുള്ള ബന്ധത്തിലാണ് പറയുന്നത്. പിന്നെ അതിനെ മഹത്വപൂർണ്ണ അവസരം കൊണ്ടുവരുന്നത് അതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ ആ വാക്യം അവിടെ ബ്യൂട്ടി എന്ന് പറഞ്ഞത് അലങ്കാരം എന്ന് പറഞ്ഞ വാക്കിന്റെ ഗ്രീക്ക് എബ്രായ ഭാഷയിൽ അർത്ഥം നോക്കുമ്പോൾ ഭിന്നമായ അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ അവിടെ ഒറ്റ അർത്ഥം കൊടുത്തിട്ടുണ്ട്, അലങ്കാരം എന്ന് മാത്രം കൊടുക്കുന്നത്. അലങ്കാരം മാത്രം ചേർത്ത അലങ്കാരത്തിന് മഹത്വപൂർണ്ണ ഒരു കാണാൻ കരുതലാണ്. അത് സ്വർഗീയമായ അത് നാം കാണിക്കാൻ എങ്ങനെയാണ് പറയുന്നത്? ദാനിയേലിനോട് പറയുന്നുണ്ട്, നീ പോവുക നിന്റെ സ്വസ്ഥയിലോട്ട്, പക്ഷെ നീ ഉയർത്തു വരും. അന്ന് ചില
നക്ഷത്രങ്ങളെ പോലെ ശോഭയുള്ളതായ അലങ്കാരമായി, സ്വർഗത്തിൽ അലങ്കാരമായിരിക്കും. പൗലോസ് അപ്പോൾ സ്വർഗത്തിന്റെ ഒരു അലങ്കാരമാണ്, സ്വർഗത്തിലെ ഒരു മകുടമാണ്. അപ്പോൾ നാം സ്വർഗത്തിലാൻ നേരത്ത് നമ്മെ ഒരു മകുടമായിട്ട് അലങ്കാരമായിട്ട് കാണുന്ന അവസ്ഥയിൽ ആണോ? ഇതിനു വേണ്ടിയാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തോട് ബന്ധപ്പെട്ട് ഇതിന് അഭിഷേകം എന്ന് പറഞ്ഞാൽ ഈ ഭൂമുഖത്ത് നമ്മൾ കർത്താവിന്റെ വേല ചെയ്യാൻ വേണ്ടിയാണ്, രാജീയ പൗരോഹിത ശുശ്രൂഷകളായിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ കർത്താവ് നമുക്ക് നേടിയിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ രാജാവുന്ന കർത്താവിന് രാജീയ പുരോഹിതന്മാരായി, അല്ലെങ്കിൽ ഇതാ ദൈവം എനിക്ക് എന്ന മക്കൾ എന്ന് പറഞ്ഞ അവസ്ഥയിൽ, മക്കളുടെ അവസ്ഥയിൽ ഈ അഹരോനുള്ളതായ അഭിഷേകം മക്കളോട് ലഭിക്കുന്ന അവസ്ഥയിൽ അവിടെ എബ്രായർ 2 പറയുന്നതാണ്, ഇതാ ഞാനും ദൈവം എനിക്ക് എന്ന മക്കളും. ഇത് കർത്താവ് പറയുന്ന വാക്കാണ് ഇവിടെ. മക്കൾ എന്ന് പറയുമ്പോൾ ഈ അധികാരത്തോട് ബന്ധപ്പെട്ട് രക്ഷയുടെ ബന്ധത്തിൽ പരമാധികാരം പിതാവിന് പോകും. ഇതാ അത് ലോകത്തെ സ്നേഹിക്കാറുണ്ട്, തന്റെ ഏഴാമത്തിന് വിശുദ്ധി എവിടെ നശിപ്പോകാതെ വിധിയെ പ്രാപിക്കേണ്ടതിനെ അവനാണ് വന്നപ്പോഴും ദൈവം ലോകത്തെ, അപ്പൊ ദൈവമാണ് ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പുത്രം വന്നു. അപ്പൊ ആരാധനയുടെ പരമാധികാരം കർത്താവിലൂടെ തന്റെ വേറെ കൊണ്ട് വന്നെങ്കിലും പോകുന്നത് പിതാവായ ദൈവത്തോട് ബന്ധപ്പെട്ടു. അത് വേറെ സത്യത്തെ കാണിക്കുന്നുണ്ട്. തന്റെ ദൈവത്തോട് ബന്ധപ്പെട്ടാ പോകണം. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്തോട് ബന്ധപ്പെട്ട് മാത്രമല്ല, ആ വിളി പോകുന്നത് തന്റെ ദൈവത്തോട് ബന്ധപ്പെട്ടുമാണ്. അത് നമ്മൾ ദൈവത്തോട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ പറ്റും. അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് മതി. അപ്പോൾ ഇതാ ദൈവവും എനിക്കെന്ന മക്കളും, ആ മക്കൾ എന്ന് പറയുന്ന ഈ അഭിഷേക ശക്തിയോട് ബന്ധപ്പെട്ട് ഈ ലോകത്ത് കർത്താവ് നേടിയതായ അനുഗ്രഹങ്ങളുടെ കൂട്ടവകാശമാണ് അതിൽ നിൽക്കുന്നത്. ഈ കൂട്ടവകാശമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അതിന്റെ മുകളിൽ പറഞ്ഞു, സഹോദരന്മാർക്ക് വിളിച്ചുകൊണ്ട് ഞാൻ അവരുടെ മധ്യത്തിൽ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും, അവരുടെ മധ്യത്തിൽ ഞാൻ നിന്നെ പുകഴ്ത്തും. അതാരാ? നാം കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അന്നേരം കർത്താവ് നമ്മുടെ കൂടെ അവനെ ആരാധിക്കുന്നതാണ് അവസ്ഥയായി. അല്ലെങ്കിൽ കർത്താവ് ശരീരമാണല്ലോ. അപ്പൊ നാം കർത്താവിനെ ആരാധിക്കുന്നത് പുത്രനെ ആരാധിക്കുന്നത്. പുത്രന് മാത്രം ആരാധിക്കാൻ അധികാരമുണ്ട്, അഭിഷേകമുണ്ട്. അതാണ് ശരീരം എന്ന് പറയുന്നത്. കർത്താവിന്റെ ശരീരം ആരാധിക്കാൻ എന്ന് പറയുന്നത്. അപ്പൊ എത്ര ആഴമായിട്ടാണ് ദൈവവചനം പോകുന്നത്. ഇതിനെല്ലാം കാണിക്കുന്നതാണ് അപ്പവും വീഞ്ഞും എല്ലാം. നാം ഇതെല്ലാം കണ്ട് അറിഞ്ഞുകൊണ്ടാണോ ആരാധിക്കുന്നത്? ഒരു ചടങ്ങായി തീർന്നിരിക്കും. അപ്പൊ അഭിഷേകത്തോട് ബന്ധം നാം ഇന്ന് ചിന്തിച്ചത് 9:30 ചില വീണ്ടും ഇത് വേണ്ടെന്ന് വീണ്ടും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കുക. സംശയം ഉണ്ടാവും ഇതിനാൽ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ആകത്ത് പോയിട്ട് പറയാണ്. ഇനി ഓരോന്നായിട്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് പറയണമെങ്കിൽ പറയാം, പ്രത്യക്ഷമായിട്ട്. അത് നമ്മൾ പഠിക്കുമത്. അഹരോന്റെ ഉടുക്കൊണ്ട ബന്ധത്തിനും തനിക്ക് കൊടുത്താണ്. അപ്പൊ സ്വർണം, നീലനൂൽ, ധൂമ്രനൂൽ, പിന്നെ പിരിച്ചെടുത്ത പഞ്ഞിനൂൽ, ചുവപ്പ് നൂൽ, ഇതെല്ലാം വെച്ചിട്ട് ക്രിസ്തുവിനോടുള്ള ബന്ധം നാം ഇനിയും പഠിക്കും. അതാണ് എപ്പോഴും ഉണ്ടാക്കാൻ തക്കുള്ളതായി കൊടുത്തിരിക്കുന്നതാണ്. എന്ത് ജ്ഞാനാത്മമുള്ളവരെ കൊണ്ടാണ് ഇതുണ്ടാക്കാൻ തക്കുള്ള. ഞാൻ ജ്ഞാനം കൊടുത്ത ആത്മാവുള്ളവരെ കൊണ്ട് ഉണ്ടാക്കാനും പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് ജ്ഞാനം വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾക്കും ഈ ജ്ഞാനാത്മാവിൽ അതിന്റെ അർത്ഥങ്ങൾ വെളിപ്പെടുത്തി ഇന്ന് നമ്മളുടെ ജീവിതത്തെ അന്വർത്ഥമാക്കി തീർക്കാൻ പറ്റും. നമ്മൾ ഇന്നിപ്പോ ആ ഉടുപ്പുണ്ടാക്കിയാണ് കർത്താവിന്റെ ഉടുപ്പ്. ആത്മീയമായിട്ട് ആ ഉടുപ്പിന്റെ സത്യങ്ങളെ കാണിച്ച് നമ്മളിപ്പോ കർത്താവിന് ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ കർത്താവിനെ നമ്മൾ ഇരുന്ന് ഘോഷിക്കുകയാണ്. ഇതെല്ലാം ആരാധന പറയുമ്പോൾ കർത്താവിനെ ഘോഷിക്കുകയാണ് ഒരാളത്. നമ്മെ തന്നെ ഘോഷിക്കുന്നില്ല. നമ്മളെ അനുഗ്രഹം, നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവിന്റെ മഹത്വപൂർണ്ണ അവസ്ഥയെ. അങ്ങനെയാണ് അന്ധകാലത്ത് അത്ഭുത പ്രകാശം വിളിച്ചവര് സൽഗുണങ്ങളെ ഘോഷിക്കുവാന്ന കോണം തിരഞ്ഞെടുക്കപ്പെട്ട അതേ രാജ്യവിരോധവും വിശ്വാസം സ്വന്തം ജനമാവുന്നു. മുമ്പേക്ക് പിടിപ്പിക്കാത്ത. അപ്പോ അന്ധകാലത്ത് അത്ഭുത പ്രവാസത്തെ വിളിച്ചവര് സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കമാണ്. അത് യഹോവയുടേതായ ഉൾക്കൊള്ള ബന്ധത്തിൽ തന്റെ സൽഗുണങ്ങളെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വിവിധമായ അവസ്ഥയെ ദൈവം അനുവദിച്ചു. സമയം കഴിഞ്ഞു. ആർക്കും സംശയോട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കും. സംശയം വെച്ചുകൊണ്ടിരിക്കണ്ട. സംശയം എന്ന് പറയുമ്പോ ഇതെല്ലാം കൂടെ അകത്തുകൊണ്ട് ഇൻജക്റ്റ് കൊണ്ടാണോ എന്നറിയില്ല.
മോഹൻ വന്നിട്ടുണ്ടല്ലേ? ആ ജോസ് എത്തിയാ? ജോസ് കുറച്ച് നേരം ലേറ്റ് ആയല്ലേ? ആ